ഇതിപ്പോ ഇങ്ങനെ ഒന്നും വരുമെന്ന് വിചാരിച്ച് ചെയ്തതല്ലല്ല. ആ കുഞ്ഞോളെ വർത്താനം കേട്ടുകൊണ്ടാണ് ഞാൻ ഓളെ കൊണ്ട് ഈ പണിയൊക്കെ ചെയ്യിപ്പിച്ച്. ഇതിപ്പോളെ പള്ളയത്തെ കുട്ടി അലസി പോകുന്ന ആരെങ്കിലും കരുതിന്ന പഠിച്ചോനെ ഓളെ അമ്മൊക്കെ വരികയാണെങ്കിൽ എന്തുത്തരം ഞാൻ പറയുക. ആസ്പത്രിയിൽ നിന്ന് തന്നെ ഓരെന്തൊക്കെയോ എന്നെ പറഞ്ഞു പോയതാണ്. ഇനിയിപ്പോ എന്തൊക്കെ ഉണ്ടാവുകയാണാവോ. നന്നാക്കാണ്ട് ഉമ്മാക്കൊന്ന് അടുക്കളയെ വന്ന് സഹായിച്ചൂടെ? ഷെരീഫാത്താന്റെ കുട്ടീനാണ്ട് കളഞ്ഞപ്പോ തള്ളക്ക് സമാധാനായി. ണെങ്കിൽ ഇത് വാർക്കാനും വലിയ ഐഡിയ ഇല്ല. ഷെരീഫാത്തിന്ന് വാർത്തിയത് പാത്രങ്ങളാണേ മോറാനുണ്ട്. ഏത് കൗറപ്പേ കയ്യും പൊള്ളി. ഷെരീഫാത്ത ചായ കുടിച്ചിട്ടില്ലല്ലോ. നീ നന്നാക്കാണ്ട് പാത്രം മോറാണ്ട്. പാത്രം മോറിയിട്ട് നീ നന്നാക്കി. ഓളമ്മയാണല്ലോ വരുന്നത്. ഞാൻ പറയാം. ഓ ഇവിടെ തന്നെ ഇരിക്കണ്ട. ആ ഇമ്മ, ഹാ നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണ്ട. നിങ്ങൾക്ക് ഇപ്പൊ സമാധാനായില്ലമ്മ. എന്റെ കുട്ടീനെട്ട് ഇടങ്ങറാക്കിയിട്ടേ അതിന്റെ കുഞ്ഞിനാണ്ട് ഇല്ലാതാക്കിയപ്പോഴേ നിങ്ങൾക്ക് സമാധാനായില്ലേ, സന്തോഷായില്ലേ നിങ്ങൾക്കും മോൾക്കും കൂടി? ഞാൻ ഓളെ കൊണ്ടുപോകാണ്ടി വന്നതാണ്. ഇതുപോലത്തെ ഒരു നരകത്തിലേ അവളെ ഞാൻ ഇവിടെ ഇടണില്ല. പട്ടിണിയാണെങ്കിലേ നല്ല അന്തസ്സോടെ ഞാൻ എന്റെ കുട്ടീനെ നോക്കിക്കൊണ്ട്. നിങ്ങളെ മോനൊക്കെ ഒരു ആണാണോ? അല്ല അറിയാൻ പാടി ഞാനോട് ചോദിക്കാണ്. നിങ്ങൾ പറഞ്ഞ പണ്ടും പൈസയും എല്ലതും തന്നിട്ട് എന്റെ കുട്ടീനെ കെട്ടിച്ചിട്ട് ഇവിടെ ഇട്ട് ഇങ്ങനെ ഇടങ്ങറാക്കിയിട്ട് അതിന്റെ പള്ളത്തെ ഒരു ജീവനല്ലേ നിങ്ങൾ എല്ലാരും കൂടി കളഞ്ഞത്. അവളോടെ ഞാനൊന്ന് സംസാരിക്കട്ടെ. ഇതിനുള്ള ബാക്കി നിങ്ങൾക്ക് ഞാൻ തരാം. ശരിക്കും എന്താ ചെയ്യേണ്ടതെന്നറിയോ? നിങ്ങളീ മോന്റെ പേരിൽ കേസ് കൊടുക്കാൻ വേണ്ടത്. അത് ഞാൻ എന്താ ചെയ്യാത്തതെന്നറിയോ? നിങ്ങളോടൊന്നും വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. എത്ര ആയാലും തള്ള പറഞ്ഞതിലും കാര്യമുണ്ട്. ഞാൻ അങ്ങനെ ചെയ്തിപ്പിച്ചിട്ടല്ലപ്പോ ആ കുട്ടിക്ക് ഇങ്ങനെ വന്നത്. പക്ഷെ ഇങ്ങനെ വരുന്നൊന്നും വിചാരിച്ചിട്ടില്ല. എത്ര ആയാലും ആ പള്ളയെ കിടന്ന എന്റെ പേരക്കുട്ടി തന്നെയല്ല. എന്തോരം സഹിച്ചപ്പോ ഞാൻ കുട്ടി വാണ്ടിനീല തോന്നപ്പോ ഒന്നും. ആ ശരിയാ ഇമ്മ ഷെരീഫാത്താനൊന്ന് കാണട്ടടി. ആ താത്ത അകത്തുണ്ട്. മോളെ ഇമ്മ എന്നോട് പറഞ്ഞതല്ലേ അങ്ങോട്ട് പോരെ 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 എന്നുള്ളത്. ഇന്നാള് വന്ന് വിളിച്ചതല്ലേ ഉമ്മ. എടി ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ കഴിഞ്ഞൂടെ? ഈ നരകത്തിൽ ഇങ്ങനെ നിക്കണ ജി. മോളെ ഞാൻ പറഞ്ഞതിന് എന്തെങ്കിലും ഒരു മറുപടി പറയിച്ച് ജു വായോ നമുക്ക് പോവാ. ഇപ്പോഴും എൻ്റെ അമ്മായിമാക്കൊരു കൂസലും ഇല്ല മോളെ. ഒരു കൂസലും ഇല്ലാതെ കൊലായ്മ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ വാ. ഞാൻ വരണില്ലമ്മ, നിങ്ങൾ പോയിക്കോളെ. മോളെ ഇജ്ജ് വരണില്ല എന്ന് പറഞ്ഞിട്ട് ഇനി ഇവരെ ആട്ടും തുപ്പും കേൾക്കാനാണ് ഇജ്ജ് ഇവിടെ നിക്കണത്. ഷെരീഫാനൊക്കെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ആവും ഈ പെരന്റെ ഉള്ളില്. ഓള് പോവാൻ ഞാൻ മതിയായിരുന്നു. പഠിച്ചോനെ
ഞാൻ ചെയ്ത തെറ്റൊക്കെ മനസ്സിലാക്കണം. എന്റെ കുട്ടി പോവാഞ്ഞാ മതിയെന്ന് ഇവിടെ. ഇല്ലമ്മ, ഞാൻ ഇവിടുന്ന് കൊടുക്കും വരണില്ല. ഇത് ലാസ്റ്റ് വിളിയാട്ടമ്മ. ഇനി എനിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഇമ്മ തിരിഞ്ഞു നോക്കൂല. സത്യ പറഞ്ഞത്. ഉമ്മാന്റെ കുട്ടി വായും ഇമ്മ നോക്കിക്കോണം പൊന്നു പോലെ. ഇവിടെ ഇങ്ങനെ കിടന്ന് അടങ്ങറാവണ്ട. ഇമ്മ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ ഈ വരെ വിട്ടു കൊടുക്കും വരണില്ല. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ ആശുപത്രിയിൽ നിന്ന് നിങ്ങളെ കൂടെ വരായിന്ന്. ഞാൻ വരില്ലമ്മ. എന്റെ ആങ്ങളെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് താത്താനെ പോയി കൊണ്ടിമ്മ അവിടെ ഇടങ്ങറാക്കല്ലിന്നാണ്. ഇമ്മാന്റെ കുട്ടിന്റെ ജീവിതത്തിലെ ഇങ്ങനൊക്കെ സംഭവിക്കാൻ വിധിച്ചിട്ടുണ്ടാവും. അങ്ങനെ അവിടെ കരുതിയാ മതി. ഉമ്മാന്റെ കുട്ടിക്ക് ആ കുട്ടിനെ വിധിച്ചിട്ടുണ്ടാവൂല. ഇക്ക് നഷ്ടപ്പെടാനുള്ള ഏതായാലും നഷ്ടപ്പെട്ടില്ലേ. കൊറേ സ്വപ്നം കണ്ടു. ഞാൻ വരണില്ല. നിങ്ങൾ പോയിക്കോളെ. അന്റെ ഈ തൊള്ളേന്ന് ഇതന്നെ വരണുള്ളല്ലോ. ഞാൻ വരണിയമ്മ പൊയ്ക്കോ, ഞാൻ വരണിയമ്മ പൊയ്ക്കോന്ന്. എന്താ മോളമ്മാന്റെ കുട്ടി ഇങ്ങനെ? ഇമ്മാന്റെ നെഞ്ഞത്തിന്റെ പെടാപ്പാടെന്താ കാണാത്തത്? എന്താച്ച കാണിച്ചോ? അല്ല അന്റെ കെട്ടിയോനവിടെ? ഈ കോനോട് 2 വർത്താനം പറയാണ്ട്. എന്റെ മകളങ്ങോട്ട് കെട്ടിച്ചിക്കണതേ ഓന്റെ ഈ പെരയിൽ നിരകിപ്പിക്കാനാണെന്നൊന്ന് അറിയണമല്ലോ. ഇമ്മനെ വിളിച്ചിട്ട് കാര്യമില്ലമ്മ. നിങ്ങൾ പൊയ്ക്കോളി. ഞാൻ വരണില്ല. പോവാണ്. ഞാൻ എന്നെ കൂട്ടിക്കൊണ്ടാവാലോചിച്ചിട്ട് വന്നതാണ്. ആശുപത്രിയിൽ നിന്ന് ഇവര് പിടിവാശാലല്ല എന്നെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊടുന്നത്. നമ്മ പോയി. ഷെരീഫ് പോവാൻ ഞാൻ മതിയായിരുന്നു. കുട്ടിനെ ഇത്രയും കാലൊക്കെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. എത്ര ആയാലും എന്റെ കാരണം ഒരു ജീവനാണല്ലോ പോയത്. പോവാൻ ഞാൻ മതിയെന്ന് പഠിച്ചോന്. ഞാൻ ഇങ്ങനെ ആവുന്നൊന്നും വിചാരിച്ചിട്ടില്ല. ഇത്ര ദുഷ്ടതരൊന്നും ഞാൻ ചെയ്യൂല. അന്ന് എന്ത് ബുദ്ധിക്ക് തോന്നിയതാണ് അവക്ക്. ജു വരണിയാന്ന് തന്നെ തീരുമാനിച്ചില്ലേ? ഷെരീഫാദാന്റെ മക ചായ കൊടുക്കണല്ലോ. ഇമ്മ നിങ്ങള് പോവുക? ആ മോളെ, ഉമ്മ പോവുകയാണ്. ഞാനേ ഷെരീഫാനെ കൊണ്ടുപോകാലോചിച്ചിട്ട് വന്നതാ. പക്ഷെ ഓള് വരണില്ലാല. ഓള് ഇവിടെ തന്നെ നിൽക്കുകയാണ്. എന്താണ് എൻ്റെ കുട്ടീൻ്റെ മനസ്സിൽ എന്നുള്ളതേ ഒരു പുടുത്തല്ല. വരണിയാന്നറിയാ. ഇമ്മാന്റെ കുട്ടി നോക്കണട്ടോ ഓളെ. എനിക്ക് ഈ പെരയിലേ അന്നെ മാത്രം വിശ്വാസമുള്ളൂ. ഒരു മൂത്തേച്ചി ആയിട്ട് ഓളെ കണ്ടിട്ടില്ല. സ്വന്തം താത്താനെ പോലെ എൻ്റെ ആള് കണ്ടിട്ടുള്ളൂ ഓളെ. എൻ്റെ കുട്ടീനെ ശ്രദ്ധിച്ചോണ്ടിട്ടടി. എൻ്റെ അമ്മായിമാനി നാത്തുനി ഉമ്മക്ക് തീരെ വിശ്വാസമില്ല. ഇത്രയും അനുഭവിച്ചിട്ടേ ഓള് വരണില്ല എന്നാ പറഞ്ഞത്. ഞാൻ പോട്ടെ. എൻ്റെ കുട്ടി ഒന്ന് ശ്രദ്ധിക്കണട്ടെ. എൻ്റെ കുട്ടീനെ ഇമ്മ പേടിക്കണ്ട. ഞാൻ നോക്കിക്കൊണ്ട് ഷെരീഫാത്താനെ. ഞാൻ അങ്ങനെ തന്നെ അല്ലമ്മ ഷെരീഫാത്താനെ കണ്ടിട്ടുള്ളൂ. എൻ്റെ ഒരു താത്താനെ പോലെ തന്നെ കണ്ടിട്ടുള്ളൂ. എൻ്റെ ഒരു കൂടപ്പറപ്പിനെ പോലെ തന്നെ. ഉമ്മ ധൈര്യമായിട്ട് പോയിക്കോളെ. ഇനി ഷെരീഫാത്താക്ക് ഇവിടെ ഒന്നും സംഭവിക്കൂല. ഞാൻ നോക്കിക്കൊണ്ട്. ഞാൻ പോവുകയാണ്. അവള് പറഞ്ഞതേ വരണില്ലാന്ന്. എന്ത് മറിമായി എന്ത് മന്ത്രാണ് അവങ്ങളും നിങ്ങളെ മകളും കൂടി ചെയ്തിക്കണത്. ഞാനൊരു കാര്യം പറയാം. ഇനി എൻ്റെ കുട്ടീനെ ഇവിടെ ഇട്ടുങ്ങാണ്ട് നിങ്ങൾ കഷ്ടപ്പെടുത്താനാണ് തീരുമാനം എന്നുണ്ടെങ്കിലേ ഇപ്പൊ വെറുതെ ഇരുന്ന പോലെ ഞാൻ വെറുതെ ഇരിക്കൂല. ആ പെണ്ണിന്റെ ശാപം കൊണ്ടേ ഒരിക്കലും നിങ്ങൾ നേരാവൂല. നിങ്ങളും നിങ്ങളെ മകളും
നിങ്ങളെ മകനോട് പറഞ്ഞാണ്ടി. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇപ്പൊ ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥയാണ്. ഒക്കെ മനസ്സിലായിക്കണ്. മറുത്തൊന്നും ഞാൻ പറയണില്ല. ഇപ്പൊ ഈ സുഖിച്ച് നടക്കണ്ടല്ലോ മകളെ, ഒരാവശ്യം അവനക്ക് വേണ്ടി വരും എന്നുള്ളത്. എന്നൊരാരോഗ്യേ അവനക്ക് പടച്ചോൻ കൊടുക്കൂലെന്ന് പറഞ്ഞാണ്ടി. അവന്റെ ഈ അഹങ്കാരത്തിനെ പടച്ചോൻ വലിയവനല്ലേ, കൊടുത്തോളൂ അവനക്ക്. തള്ളാരേ മരുമക്കൾക്ക് എന്തെങ്കിലും ആവണമെന്നേ പ്രാർത്ഥിക്കൂല. പക്ഷെ എന്റെ കുട്ടീനെ ഇവിടെ ഇട്ട് നിങ്ങളെ ഇടങ്ങറാക്കിയില്ലേ. പറഞ്ഞു പോണതാ. എന്റെ പ്രാക്കും എന്റെ കുട്ടിന്റെ പ്രാക്കേ ഇങ്ങക്കും നിങ്ങളെ മകൾക്കേ മകനക്കും തട്ടാതെ നിങ്ങൾ നോക്കിക്കോളി. എന്ത് പറഞ്ഞാലും കുറഞ്ഞു പോയിട്ടുള്ളൂ അവർ പറഞ്ഞത്. അത്രക്ക് ദ്രോഹം ഞാൻ എന്റെ കുട്ടിനോട് ചെയ്തത്. ഇത്രയും അനുഭവിച്ചിട്ട് ഷെരീഫാത്ത് എന്താ പോവാത്ത ചോദിച്ചിട്ടാണ്. ഷെരീഫാത്ത, നിങ്ങൾ എന്തേന്ന് ഉമ്മ വിളിച്ചിട്ട് പോവാഞ്ഞത്? നിങ്ങൾക്ക് പോയിക്കൂടായിന്നാ? ഷെരീഫാത്ത ചില്ലറ കളിയല്ല കേട്ടോ. 2 ദിവസം കഴിഞ്ഞിട്ട് ഇമ്മ പിന്നെയും പറങ്ങളോട് പണിയെടുക്കാൻ. DNC കഴിഞ്ഞതാണ്. ശരിയാ, കന്നോടൊരു കാര്യം പറയാണ്ട്. ഇന്ന് ഈ നിലയിലെത്തിച്ചേ കുഞ്ഞോളെ വെറുതെ വിടാൻ പറ്റൂല. ഇതിനൊക്കെ കാരണക്കാരത്തി കുഞ്ഞോളാണ്. അവളൊരു പാഠം പഠിപ്പിക്കണടി. ഞാൻ എന്ത് ക്ഷമിക്കുവായിന്ന്. പക്ഷെ എൻ്റെ കുട്ടീനെയാണ് അവള് നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും ഉമ്മാക്ക് വിളിച്ച് പറഞ്ഞു ഓതി കൊടുത്തത്. അത് മാത്രം പൊറുക്കാൻ പറ്റൂല. അവളെവിടെ എത്തിക്കണടി നമുക്ക്. നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ? ഇതിൻ്റെ കൂടെ നിന്നാ മതി. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളെ കൂടെ ശരിയുണ്ട്. നമുക്ക് ധൈര്യമായിട്ട് ചെയ്യാം. മാറ്റിയെടുക്കും ഞാൻ ഷാഫി കാക്കാൻ. ഇമ്മാക്ക് ചെറുതായിട്ട് എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഷാഫി കാക്കാനെ മാറ്റിയെടുക്കും. പക്ഷെ കുഞ്ഞോളെ ഞാൻ വെറുതെ വിടൂലടി. ഒരു നാത്തൂനും ചെയ്യാൻ പാടിയാത്ത ക്രൂരതയാണ് അവൾ എന്നോട് ചെയ്തത്. ഇനി ഇങ്ങനൊരു പെണ്ണിനൊരവസ്ഥ വരരുത്. അതിനുള്ള പണി ഞാൻ അവൾക്ക് കൊടുക്കും. ഇതിൻ്റെ കൂടെ നിൽക്കുന്നുള്ള ഉറപ്പല്ലേ? നിങ്ങൾ പറഞ്ഞത് ശരിയാണ് താ. ഇമ്മാക്ക് ചെറിയൊരു മനമാറ്റമൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ കുഞ്ഞോളുണ്ടല്ല, വെറുതെ വിടരുത്. ഇന്ന് നിങ്ങൾക്ക് സംഭവിച്ചതേ നാളേക്ക് സംഭവിക്കില്ലെന്ന് എന്താ ഉറപ്പ്? നിങ്ങളെ കൂടെ എന്തിനും ഞാൻ ഉണ്ട്. നീ ചെല്ല്, ഞാൻ കുറച്ചേരം ഇവിടെ എടുക്കട്ടെ. മോളെ, ഉമ്മാന്റെ കുട്ടി എന്താ പോവാഞ്ഞ്? അയാളെ ഈ ഉമ്മാനോട് പൊറുക്കടി. എന്തൊക്കെയോ ചെയ്ത് കൂട്ടി. പക്ഷെ എന്റെ കുട്ടിന്റെ പള്ളത്തെ കുട്ടി പോകുന്നെന്ന് വിചാരിച്ച് ചെയ്തതല്ല. ഈ ഉമ്മാക്കിപ്പോ തെറ്റൊക്കെ മനസ്സിലായി. എത്ര ആയാലും ഞാനൊരു പെറ്റ വയറാണ്. എൻ്റെ അമ്മന്നെ എന്തൊക്കെയോ വന്ന് പറഞ്ഞ് അതൊക്കെ ഇമ്മ കേൾക്കാൻ ബാധ്യസ്ഥയാണ്. പക്ഷെ ഇമ്മ ഒരിക്കലും വിചാരിച്ചിട്ടില്ലടി ഇന്റെ ആളെ കുട്ടി പോവുന്നുള്ളത്.
ഞാൻ ഇപ്പൊ എങ്ങനെ എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തരും? ഇമ്മാനെ നെഞ്ഞു നടന്ന് നേറാണ്. ഇമ്മാനോട് പൊറുക്കും മോളെ. അത്രക്ക് തെറ്റായി ഇമ്മ ചെയ്തത്. എന്റെ കുട്ടി ഇവിടുന്ന് പോണ്ട. പൊന്നു പോലെ ഞാൻ നോക്കിക്കോളാം. എന്റെ കുട്ടി ഓടുക്കും പോണ്ട. എന്റെ കുട്ടിനെ ഞാൻ ഇനി ദ്രോഹിക്കൂല്ല. അല്ലോ, എന്താ തള്ളന്റെ കണ്ണീര്. തള്ള പാവത്തിനിട്ട് അടങ്ങറാക്കിട്ട് കണ്ണീരൊടിച്ച്. ഇമ്മങ്ങളൊന്ന് പതുക്കെ വർത്താനം പറഞ്ഞാണീ. കുട്ടി ഉറങ്ങണണ്ടില്ല നിങ്ങൾ എന്തൊക്കെ എന്നോട് വന്ന് പറയണത്? എനിക്കൊന്നും മനസ്സിലാവണില്ല. നിങ്ങൾ എന്നെ കാട്ടീന്നാ. കുട്ടി ഉറങ്ങണ നോക്കി, കുട്ടി ഉണരും. നിങ്ങളിങ്ങനെ പതുക്കെ വർത്താനം പറയും. നിങ്ങൾ എന്തൊക്കെയാ പറയണത്? ഷെരീഫ ഇപ്പൊ ഷെറി ഔത്തുക്ക് വന്നപ്പോ ഞാൻ ഷെറിനോടും കൂടി പറഞ്ഞിട്ടുള്ളൂ കുട്ടീനെ ഉണത്തല്ലേ എന്നുള്ളത്. കുട്ടിയാണെങ്കിൽ രാത്രി ഒരു പോളെ കണ്ണടക്കണില്ലമ്മ. എന്തോ ഒരു കരച്ചിലാന്നറിയോ? ഓ കണ്ടില്ലേ ഓൻ ചിണിഞ്ഞില്ലേ? ഓ ഉമ്മാന്റെ കുട്ടി ഇറങ്ങിക്ക ബാ. ഓ ഉമ്മാന്റെ കുട്ടി ഇറങ്ങിക്ക ബാ. ഓ എടി ഏത് കുട്ടീന്റെ കൂട്ടാ പറഞ്ഞത്? എന്താ അമ്മങ്ങള് പറഞ്ഞത്? കുട്ടി പോയിന്നാ. പിന്നെ ഇത് കിടക്കണ കുട്ടിയല്ലേ? നിങ്ങൾ ആ കണ്ണട ഊരി ഒന്ന് നോക്കി. തീരെ കണ്ണും കാണാതായപ്പോ നിങ്ങക്ക്. ഉമ്മ, ഞാൻ പെറ്റിട്ട് കുഞ്ഞോളും ഇങ്ങോട്ട് വന്നിട്ടില്ല കേട്ടാ. ഇനിയിപ്പൊ എന്ത് തെറ്റുണ്ടെങ്കിലും കുഞ്ഞോളോട് ഞാൻ എന്ത് ചെയ്തിട്ടാണ്? കുഞ്ഞോൾക്ക് ഇങ്ങോട്ടൊന്ന് വരായി നിന്റെ കുട്ടിനെ കാണാന്. ഞാൻ ഒന്നും അവളോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. ബാവോ പൊയ്ക്കോളി. ആ കുട്ടീനെ ഉണത്തല്ലിമ്മ. ഷാഫികാക്കാനോട് ഞാനൊരു തൊട്ടി കെട്ടി തരാൻ പറഞ്ഞിട്ട് അതിന് ഷാഫികാക്ക് നേരല്ല. വെറും കൂട്ടുകാരന്മാരെ വെച്ചിട്ട് നിന്നോട്ടെ. ഷാഫികാക്ക് വന്ന് നിങ്ങളൊന്ന് പറയോണ്ടി ഒരു തൊട്ടി കെട്ടിത്തരാന്. ആ ജനാൽമ ഇതാക്കണ തൊട്ടി ഉണ്ടല്ലോ, അത് കെട്ടിത്തരാൻ പറയോണ്ടി. അത് ഉറങ്ങണം. മോളജ് എന്തൊക്കെ പറഞ്ഞു? ഇമ്മ ഒന്ന് പതുക്കെ പറ. നിങ്ങളോട് പോയിക്കോളി, ഞാൻ അതിനെ ഉറക്കട്ടെ. ബാവോ ബാവേ ബാവാവോ ബാവാവോ കുഞ്ഞിമോനെ. എന്റെ കുട്ടി ദേഷ്യപ്പെടണ്ട, അമ്മ പൊയ്ക്കോളാം. കുഞ്ഞിമോനെ ഇമ്മാന്റെ കുട്ടിയല്ലേ, ഉറങ്ങിക്കോ പൈതേലെ. ബാവോ ബാവയ്യേ ബാവോ കുട്ടിയേ. ഉറങ്ങാന്ന ശരിയേ? ഉമ്മാന്റെ കുട്ടി ഇവിടെ വന്ന എടി ഷെരീഫാത്ത് എന്തൊക്കെ പിച്ചും പെയ്യും പറഞ്ഞ്. ഇമ്മ മുണ്ടല്ലേ, കുട്ടി ഉറങ്ങാണ്, കുട്ടി ഉണരുന്നൊക്കെ പറയണടി. ഷെരീഫാത്താന്റെ സമനില തെറ്റിയായില്ലേ? ഹിക്കൊരു തെറ്റും തോന്നണില്ലമ്മ. അത്രക്കാണല്ലോ നിങ്ങളും കുഞ്ഞോളും കൂടിയേ ഷെരീഫാത്താനിട്ട് കാട്ടിയത്. കുറച്ചൊരു ദ്രോഹം എന്നല്ലല്ലോ നിങ്ങൾ ചെയ്തത്. ആ പാവം എന്തോരം ഇവിടെ അനുഭവിച്ച്. ഏതൊരു പെണ്ണിന്റെ ആഗ്രഹമാണുമ്മ ഒരു കുഞ്ഞെന്നുള്ളത്. അതിനെ വരെ നിങ്ങൾ നശിപ്പിച്ചില്ലേ? ആ നാവും പാടും പറഞ്ഞില്ലേ അതിന് നാവി വേദനിക്കുന്നുണ്ട്, വയറ് വേദനിക്കുന്നുണ്ട് എന്നുള്ളത്. ഇമ്മ അത് കേൾക്കാതല്ല അതിനെ കൊണ്ട് ആ മിറ്റടിപ്പിച്ചത്. ഇനി നിങ്ങളും മോനും തന്നെ കൊണ്ടുപോയിട്ട് ചികിത്സിച്ച് മാറ്റി. ഒപ്പം കുഞ്ഞോളി വിളിച്ചോളി. കുഞ്ഞോളാണല്ലോ നിങ്ങൾക്ക് ഇതിനൊക്കെ തുടക്കട്ടരുന്നത്. ഇമ്മപ്പ എന്ത് കണ്ണീര് കുടിച്ചിട്ടും എന്ത് മാറിയിട്ടും കാര്യമില്ലമ്മ. എത്ര ആയാലും ഇങ്ങളെ പേരക്കുട്ടി കഴിഞ്ഞില്ലമ്മ അതിന്റെ വയറ്റില്. ഇന്ന് നിങ്ങൾ ഷെരീഫാദാനോട് ചെയ്തതേ നാളെ എനിക്കൊരു കുഞ്ഞുണ്ടാവുമ്പോൾ ഇന്നോട് ചെയ്യില്ലാന്നേ എന്താ ഉറപ്പ്? അല്ലെങ്കിലും
ഷെരീഫാത്ത എപ്പോഴും പറഞ്ഞ മാതിരി ഞങ്ങൾ വന്നു കയറിയ മരുക്കളല്ലേ, വന്നു കയറിയ മരുക്കൾക്ക് എന്ത് പറയാനാ, എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഇപ്പൊ നിങ്ങൾ ഖേദിച്ചിട്ട് കാര്യമില്ല. ഷെരീഫാത്താനെ എവിടെയെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാൻ നോക്കി. ഞാനും നേരത്തെ ഷെരീഫാത്താന്റെ അടുത്തേക്ക് ചെന്നപ്പോഴേ ഷെരീഫാത്ത എന്നോട് പറഞ്ഞാൽ അതന്നെയാണ്, ഈ ഒച്ചപ്പാടുണ്ടാക്കല്ലേ കുട്ടി ഉണരുന്നുള്ളത്. എല്ലാരും പറഞ്ഞത് കേൾക്കാന് ഞാൻ ബാധ്യസ്ഥയാണ്. തെറ്റുകാരി ഞാനാണ്. ഞാൻ ഇതൊന്നും പറയണില്ല. എപ്പോഴും തോന്നിയതാണോ ഈ ബുദ്ധിയൊക്കെ, വാണ്ടിയില്ല. ഇതിപ്പോ എന്തൊക്കെ പിച്ചും പയ്യാണ് ആ കുട്ടി പറയണത്. എന്തൊക്കെ റബ്ബ് ഞാൻ തള്ളേ, നിങ്ങൾ കുറച്ച് വെള്ളം കുടിപ്പിക്കും ഞാനും ഷെരീഫാത്തി നിങ്ങളീ മോളെയും കൂടി. നിങ്ങളിപ്പോ ഈ ഒരു അയ്യോ പാവം കളി ഫുള്ള് നാടകമാണ് തള്ളക്ക്. വാണ്ടിയില്ല റബ്ബ്, ഞാൻ എന്ത് ദ്രോഹം എന്റെ കുട്ടിനോട് ചെയ്തത്. ഇതിപ്പോ എന്താ? ഉപ്പ് തിന്നവനെ കൊണ്ട് വെള്ളം കുടിപ്പിക്കുക, അതാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. ഷെരീഫ അനുഭവിച്ചതിന് 10 മടങ്ങ് ഉമ്മയും മോളും അനുഭവിക്കാൻ കെടുക്കുന്നതേയുള്ളൂ. ഈ കഥ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്.